സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഇന്നലെ വൈദ്യുതി ഉപയോഗം 91.78 ദശലക്ഷം യൂണിറ്റായി ഉയർന്നു. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന ഉപഭോഗമാണിത്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 4676 മെഗാവാട്ടായി ഉയർന്നു. ഇന്നലെ രാത്രി പലതവണയായി 1.5 മണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി. RB സനൂപ് വിശദാംശങ്ങളുമായി. സനൂപ്, വലിയ വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് രൂപപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും അതിലെ പ്രതിസന്ധിയുടെ ഉയർച്ച താഴ്ചകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇന്നലെ ഇപ്പോൾ ഉപഭോഗം ഉയരുകയാണോ ചെയ്തത്? ഇന്നലെ കളിയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ഉപഭോഗം ഉയരുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേഗത്തിൽ എന്തെല്ലാം നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വൈദ്യുതി വകുപ്പ്? സൈഫുദ്ദീൻ, ഇരുണ്ട കാലത്തിന്റെ ദൈർഘ്യം കൂടി വരികയാണ്. ആദ്യം അരമണിക്കൂർ ഘട്ടം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 1 മണിക്കൂർ വരെ പോയി. ഇന്നലെ അത് 1.5 മണിക്കൂർ വരെ നീണ്ടു എന്നുള്ളതാണ് പറയേണ്ടത്. അതായത് ഓരോ ദിവസം കഴിയും തോറും വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായിട്ട് മുന്നേറുകയാണ്. ഇന്നലെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപയോഗം രേഖപ്പെടുത്തിയത്. 91.78 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപയോഗം. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 4678 മെഗാവാട്ടായിട്ട് ഉയരുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന പ്രശ്നം, ഈ പീക്ക് സമയത്ത് 480 മുതൽ 700 മെഗാവാട്ട് വരെ വൈദ്യുതിയുടെ കുറവാണ് രേഖപ്പെടുത്തുന്നത്. മഴ പെയ്യുന്ന ലക്ഷണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ താപനില ഉയർന്നു നിൽക്കുകയാണ്. രാത്രിയും ചൂട് കൂടുതലാണ്. അതുകൊണ്ട് AC-യുടെ ഉപയോഗം കൂടിയിട്ടുണ്ട്. പലതവണയായിട്ട് അഭ്യർത്ഥിച്ചിരുന്നു KSEB-യും വൈദ്യുതി മന്ത്രിയൊക്കെ തന്നെ AC-യുടെ താപനില 25 ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ ക്രമീകരിക്കണം. പക്ഷേ ഈ AC-ഒക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ ക്രമാതീതമായിട്ട് ഈ വൈദ്യുതി ആവശ്യകത ഉയരുന്നതാണ് ഇപ്പോൾ പ്രതിസന്ധി. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാം എന്ന് വെച്ചാൽ ഉയർന്ന വില നൽകാമെന്ന് പറഞ്ഞാൽ പോലും വൈദ്യുതി ലഭ്യമാവാത്ത സ്ഥിതിയാണ്. പവർ എക്സ്ചേഞ്ച് വഴി വൈദ്യുതി ലഭ്യമാവാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഈ വൈദ്യുതി ഉപയോഗം കൂടിയത് കൊണ്ട് പലതവണയായിട്ട് ഈ പവർ കട്ട്, ഈ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വന്നത്. അങ്ങനെ 1.5 മണിക്കൂർ വരെ പലയിടത്തും ഈ വൈദ്യുതി തടസ്സം നേരിട്ടു. ഇനിയിപ്പോ ഇത് മറികടക്കാൻ വേണ്ട നടപടിയൊക്കെ തന്നെ KSEB നടത്തുന്നുണ്ട്. 24 മണിക്കൂറത്തേക്ക് വൈദ്യുതി വാങ്ങിയാൽ മാത്രമേ കമ്പനികൾ ഇപ്പോൾ വൈദ്യുതി നൽകുന്നുള്ളൂ. ഈ പീക്ക് സമയത്തേക്ക് മാത്രമായിട്ട് കമ്പനികൾ വൈദ്യുതി നൽകുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ യൂണിറ്റിന് 10 രൂപയ്ക്കാണ് വൈദ്യുതി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും ഈ പറയുന്ന പോലെ ഒരു ദിവസത്തേക്ക് മുഴുവനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ വൈദ്യുതി നൽകാമെന്നാണ് ചില കമ്പനികളൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന FIFA വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ഫൈനൽ മത്സരമൊക്കെ തന്നെ വരുമ്പോൾ അന്ന് പരമാവധി വൈദ്യുതി തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നു എന്നാണ് KSEB ചെയർമാൻ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ദിവസത്തേക്ക് മാത്രമായിട്ട് 24 മണിക്കൂറും വൈദ്യുതി വാങ്ങാൻ, അതായത് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് രാവിലത്തേക്കുള്ള വൈദ്യുതി ആവശ്യം പോലെ ഉണ്ട്. പീക്ക് സമയം വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള വൈദ്യുതിയാണ് കിട്ടാനില്ലാത്തത്. അതുകൊണ്ട് തന്നെ ഉയർന്ന വിലയ്ക്ക് ഒരു ദിവസം മുഴുവൻ വാങ്ങിക്കേണ്ട സ്ഥിതിയുണ്ട്. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ 24 മണിക്കൂറും വൈദ്യുതി വാങ്ങാൻ നിന്നാൽ അത് വലിയ സാമ്പത്തിക നഷ്ടം കൂടി ഉണ്ടാക്കുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഈ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. ആ ഒരു പ്രതിഷേധം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ 24 മണിക്കൂർ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചത്. ഇതിനപ്പുറം മറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ KSEB-യുടെ മുമ്പിലില്ല. ദീർഘകാല കരാറിനും ഹ്രസ്വകാല കരാറിനും ഒക്കെയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനുള്ള അനുമതി, പുറത്തുനിന്ന് വൈദ്യുതി ഈ കരാർ വഴി വാങ്ങാനുള്ള അനുമതി റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വൈദ്യുതിയൊക്കെ തന്നെ ലഭ്യമായി തുടങ്ങണമെങ്കിൽ അത് ഈ അടുത്ത വർഷം ആദ്യ വാരമൊക്കെ തന്നെ മാത്രമേ ആ വൈദ്യുതികൾ ലഭ്യമാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉള്ള പോം വഴി ഉള്ള വിലയ്ക്ക് വൈദ്യുതി വാങ്ങുക എന്നുള്ള കാര്യം മാത്രമാണ്. അതായത് ദിവസം തോറും ഈ പറയുന്ന പോലെ വൈദ്യുതി വാങ്ങുക എന്നുള്ളത്. അല്ലാത്ത പക്ഷം ഈ പറയുന്ന പോലെ വൈദ്യുതി പ്രതിസന്ധി കൂടുകയാണെങ്കിൽ ലോഡ് ഷെഡിങ്ങിന്റെ ദൈർഘ്യം ഇനിയും കൂടും. ഇപ്പോൾ 1.5 മണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ആയിട്ടുണ്ട്. അതിനി ഒരു പക്ഷേ 2-2.5 മണിക്കൂറൊക്കെ ആയിട്ട് ഉയരാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. കാരണം മഴ പെയ്യുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ചൂട് ഉയരുകയും ചെയ്യുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂട് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. മഴ പെയ്യേണ്ട സമയമായിരുന്നു, പക്ഷെ അതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇവിടെ മാത്രമല്ല, എൽനിനോ പ്രതിഭാസം കാരണം രാജ്യത്തുടനീളം ഈ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. അത് കാരണം മറ്റ് സംസ്ഥാനങ്ങളിലും വൈദ്യുതി ഉപയോഗം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് വൈദ്യുതി അവർ വാങ്ങുന്നുണ്ട്. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് വൈദ്യുതി ലഭ്യമാകുന്നുമില്ല. അതുപോരാഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് വേണ്ടി നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വാപ്പ് കരാർ അടിസ്ഥാനത്തിൽ കടം വാങ്ങിയിരുന്നു വൈദ്യുതി.
ആ വൈദ്യുതി സെപ്റ്റംബർ 15 വരെ ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് തിരികെ കൊടുക്കേണ്ട സ്ഥിതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആഭ്യന്തരമായിട്ട് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി എല്ലാം തന്നെ ഇതേപോലെ സ്വാപ്പ് അടിസ്ഥാനത്തിൽ ഏകദേശം 6 ദശലക്ഷം യൂണിറ്റ് വരേക്കുള്ള വൈദ്യുതി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ പ്രത്യാഘാതം വളരെ വലുതാണ്. ഇനിയിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരാറിന്റെയൊക്കെ സമയം ഉണ്ട്, പക്ഷെ അതൊക്കെ തന്നെ ഇപ്പോൾ ഈ കിട്ടത്തില്ല. അതുകൊണ്ട് ഡിസംബർ വരെയെങ്കിലും ഈ പറയുന്ന വൈദ്യുതി പ്രശ്നം ഉണ്ടാവാനാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ ഉള്ളത്. അതുവരെ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നുള്ള കാര്യം അറിയില്ല. മഴ പെയ്താൽ മാത്രമേ അല്പമെങ്കിലും താപനില കുറയൂ, അതുവഴി ഉപഭോഗം കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് KSEBയുടെ മുന്നിലുള്ള പോംവഴി. അതിന് ജനങ്ങൾ കൂടി സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥന KSEBയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുമുണ്ട്. ഇനിയിപ്പോ ദീർഘകാല പദ്ധതികളൊക്കെ തന്നെ ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതിരപ്പള്ളി പദ്ധതി ആയാലും ചീമേനിയിലെ ആണവ വൈദ്യുതി നിലയമായാലും പംപ്ഡ് സ്റ്റോറേജ് പദ്ധതികളായാലും അതേപോലെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഒക്കെ തന്നെ ആയാലും അങ്ങനെ നിരവധി പദ്ധതികൾ KSEB ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ എതിർപ്പ് കാരണം പല പദ്ധതികളും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ബോധവൽക്കരണമൊക്കെ നടത്തി ചീമേനിയിൽ ആണവ നിലയമടക്കം സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം വൈദ്യുതി വകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ചീമേനിയിൽ പദ്ധതി തുടങ്ങാൻ വേണ്ട നടപടികളിലേക്ക് പോകണം, അവിടത്തെ എതിർപ്പടക്കം കുറയ്ക്കാൻ വേണ്ട ബോധവൽക്കരണം ജനങ്ങളിൽ നടത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതി എല്ലാം തന്നെ വരണമെങ്കിലും കാലതാമസം എടുക്കും. വേഗത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ പദ്ധതിയേ ഉള്ളൂ. സംസ്ഥാനത്ത് രാവിലെ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി ശേഖരിക്കാൻ വേണ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എത്രയും വേഗം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഒക്ടോബറിലും നവംബറിലുമായിട്ടാണ് ഇത് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ നേരത്തെ തന്നെ പൂർത്തിയാക്കാൻ പറ്റുന്ന പദ്ധതികളാണ്. ആദ്യം സെപ്റ്റംബറിൽ പൂർത്തിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കലും ആ സമയമൊക്കെ തന്നെ ഇപ്പോൾ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. 6 ഇടത്തായിട്ടാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ കുറച്ച് പദ്ധതിയെങ്കിലും വേഗത്തിലാക്കിയാൽ അല്പമെങ്കിലും ആശ്വാസം കണ്ടെത്താൻ കഴിയും. ഡിസംബർ വരെ ഈ വൈദ്യുതി നിയന്ത്രണം എന്തായാലും വേണ്ടിവരുമെന്നുള്ള സൂചനയൊക്കെ നൽകുന്നുണ്ട്. മഴ പെയ്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത്. ഡാമുകളിലാണെങ്കിൽ 28% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്.